നോക്കൂ, ഒരു പൂവിന് റെഡിഷ് കളർ ഉണ്ട്. ഇത് കുറച്ചുകൂടി റെഡ് ആയിരുന്നു. ഇപ്പൊ കാലാവസ്ഥയുടെ ചേഞ്ചിൽ നിന്ന് മാറി പഴയ ബ്ലാക്കിലേക്ക് തന്നെ പോവുകയാണിത്. ഇന്ന് നമ്മൾ ഒരു കരിങ്കോഴി എങ്ങനെയാണ് ഒരു കരിങ്കോഴി നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങുമ്പോൾ ആദ്യമായിട്ട് ഒരാൾ കരിങ്കോഴിയെ വാങ്ങാൻ പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു കരിങ്കോഴിയാണോ എന്ന് തിരിച്ചറിയേണ്ടത്? ഒരു കരിങ്കോഴിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരു ക്വാളിറ്റിയുള്ള കരിങ്കോഴിയെ എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ള കാര്യമാണ് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ അനീഷ്ക തന്നെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അനീഷ്കോടൊപ്പം നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഒരു കരിങ്കോഴിയെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്കത് കരിങ്കോഴിയാണോ എന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിക്കാം എന്നുള്ളത് അനീഷ്ക നമുക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടോട് കൂടി നമ്മുടെ കൂടെ ഉണ്ടാവുക. നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഓർഗാനിക് കേരളത്തിലെ മറ്റ് വീഡിയോകളിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. കാരണം എല്ലാവരിലേക്കും എത്തട്ടെ നമ്മളുടെ ഈ കാർഷിക സമ്പ്രദായങ്ങൾ, നമ്മുടെ ഈ ഫാമിംഗ് മേഖലയിലുള്ള രസകരമായ അനുഭവങ്ങൾ എല്ലാം മറ്റുള്ളവരിലേക്ക് കൂടി എത്തട്ടെ. എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഒട്ടും വൈകാതെ നമുക്കത് അനീഷ്ക നല്ല രീതിയിൽ അത് പറഞ്ഞു തരും. ഈ കരിങ്കോഴി എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഇത് കരിങ്കോഴി, കറുത്ത കോഴികളെല്ലാം കരിങ്കോഴികളല്ല, എന്താണ് ഒരു കരിങ്കോഴിയുടെ ലക്ഷണം എന്താണ് ശരിക്കും? അതാണ് അവിടെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കരിങ്കോഴിയുടെ ലക്ഷണങ്ങളും അതിൻ്റെ രൂപഭാവങ്ങളുമാണ്. കാരണം ഇത് പൊതുവെ പറഞ്ഞു വരും, എല്ലാവരും വളർത്തിയ ആളും വളർത്താത്ത ആളുകളും ഒക്കെ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ നഖം കറുപ്പായിരിക്കും, ഇതിൻ്റെ കാല് കറുപ്പായിരിക്കും, മാംസം കറുപ്പായിരിക്കും, പിന്നെ ഇതിൻ്റെ തലയും ചെവിയും എല്ലാം കറുപ്പായിരിക്കും, നാക്ക് കറുപ്പായിരിക്കും. ഈ കറുപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫുൾ ബ്ലാക്ക് ആയിട്ടാണ് ഇത് കാണുന്നത്. പക്ഷേ ഈ കരിങ്കോഴിയിൽ തന്നെ 3 തരം ബ്രീഡുകളുണ്ട്. അതിൽ ഒന്ന് ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്നതാണ്. ഈ ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്നത് ഒരു പുറം രാജ്യത്തുള്ള ഒരു കോഴിയുണ്ട്. അത് പ്യുവർ ബ്ലാക്കാണ് എല്ലാ ഭാഗവും. ആ കോഴിയുടെ പിക്ചറാണ് നമ്മൾ ഇവിടെ കേരളത്തിൽ ജെറ്റ് ബ്ലാക്കിൻ്റെ ചിത്രമായിട്ട് കൊടുക്കുന്നത്. പക്ഷേ സത്യത്തിൽ ഇന്ത്യയിലുള്ള ജെറ്റ് ബ്ലാക്ക് ആ കോഴിയെ പോലെ അത്ര ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് അല്ല. ഇവിടെ ഉള്ളതിന് ഇവിടുത്തേതായ ഒരു സ്വാഭാവികമായ ഒരു പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരു രീതി വേറെ ഉണ്ട്. അപ്പോൾ ആ കോഴീനെ നമ്മൾ അതിൻ്റെ പ്രൊഫൈലും അതിൻ്റെ പിക്ചറും വെച്ചിട്ടാണ് ഇവിടുത്തെ കരിങ്കോഴികളെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ എനിക്ക് പറയാൻ, എൻ്റെ ഈ ഒരു വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒന്ന് കരിങ്കോഴി കുഞ്ഞ് അത് വിരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ കാലിൻ്റെ വിരലുകൾ വെള്ളയായിരിക്കും, നഖം വെള്ളയായിരിക്കും. വിരിഞ്ഞു വരുമ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, വെള്ളയായിരിക്കും. പിന്നെ അതിൻ്റെ കഴുത്തിൻ്റെ അവിടുന്ന് താഴ്ഭാഗത്ത് അതിൻ്റെ വയറിലൂടെ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ വാല് വരെയുള്ള അടിഭാഗം വെള്ള തൂവലായിരിക്കും. അപ്പോൾ ഈ ഒരു ധാരണ ആർക്കും, കുറേ ആളുകൾ ഇത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് കയറി ചോദിക്കാം, അതായത് ഇപ്പോൾ നമ്മൾ 3 തരം കോഴികൾ ഇവിടെ കാണുന്നുണ്ട്. അതിൽ ഈ വെള്ള ഈ പറഞ്ഞ കുഞ്ഞുങ്ങളുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ വിരലുകൾ വെള്ള, കഴുത്ത് മുതൽ അടിഭാഗം വരെയുള്ള വെള്ള, ഇത് ഈ 3 തരത്തിൽ ഏതിൽപ്പെട്ടതാണ്? ഇത് 3 തരം കുഞ്ഞുങ്ങളും ഇതേ ടൈപ്പായിരിക്കും. അതായത് നമ്മൾ ഇത് വിരിഞ്ഞ് വരുന്ന പ്രായത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ കറുപ്പ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഇതിന് മൂപ്പ് എത്തി തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രായപൂർത്തി, ഒരു അഡൽട്ടായി കഴിയുന്ന ഒരു സമയം, അതായത് ഒരു 4 മാസം ആകുമ്പോഴാണ് ഇതിൻ്റെ അടിഭാഗത്തുള്ള വെള്ളത്തൂവലുകൾ ബ്ലാക്കായി വരിക. ഇതിൻ്റെ കാലിലെ വിരലുകളിലേക്ക് ബ്ലാക്ക് ഇങ്ങനെ ഇറങ്ങി വരിക, അതങ്ങനെ മാറി മാറി വരും. ഒരു 5.5 മാസം 6 മാസം മുതലാണ് ഇതിൻ്റെ നഖം പൂർണ്ണമായും ബ്ലാക്കിലേക്ക് മാറുക. അപ്പോൾ ഞാനിവിടെ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഡേ ഓൾഡ് കുഞ്ഞിനെ നമ്മൾ വാങ്ങിക്കൊടുന്ന അനുഭവമുള്ള ആളാവുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഡേ ഓൾഡ് കൊടുക്കുമ്പോഴും ആളുകൾ വന്നിട്ട് ഇതിൻ്റെ കാല് വെള്ളയാണല്ലോ, ഇതിൻ്റെ ചുണ്ട് വെള്ളയാണല്ലോ, പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് തൂവൽ വെള്ളയാണല്ലോ എന്നിങ്ങനെ പറയും. കാരണം അത് ഇതിനെ വളർത്തി ശീലമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ കേട്ടിരിക്കുന്നത് മുഴുവൻ ഇത് എല്ലാ ടൈമിലും ബ്ലാക്ക് ആയിരിക്കും എന്നുള്ള ഒരു ചിത്രമാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരും, വിരിഞ്ഞിറങ്ങിയ കുഞ്ഞിൻ്റെ കാലും കാര്യങ്ങളും എങ്ങനെ മാറ്റുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതൊരു സംശയമാണ്. പിന്നെ 3 തരം കോഴികൾ എന്ന് പറഞ്ഞത് എങ്ങനെ വെച്ചാൽ, നമ്മൾ ഈ കോഴികളുടെ ഒരു പ്രായമാവുന്ന ഒരു ടൈമിലാണ് നമുക്ക് അതിൻ്റെ മാറ്റം കാണാൻ കഴിയുക. അതിൽ ഗോൾഡൻ കളറ് തൂവലുകൾ ബ്ലാക്കിൽ ഇങ്ങനെ വരും. ബ്ലാക്ക് ശരീരത്തിൽ ഗോൾഡൻ കളർ തൂവലുകൾ ഇങ്ങനെ വരും. പിന്നെ അതേപോലെ സിൽവർ കളർ തൂവലുകൾ വരും. ഇതിനെ ഗോൾഡനും സിൽവറും ജെറ്റ് ബ്ലാക്കും ഇങ്ങനെ 3 ബ്രീഡാണ് ഇതിലുള്ളത്. പക്ഷേ ഈ ഗോൾഡനും സിൽവറും ഒക്കെ നമുക്ക് മനസ്സിലാകുമ്പോഴത്തേനും അത് അഡൽട്ട് ആവണം. അപ്പോഴാണ് അതിൻ്റെ ആ പ്രായപൂർത്തി ആകുമ്പോഴാണ് ആ കറക്റ്റായിട്ടുള്ളൊരു ഇത് വരിക.
അപ്പോൾ അതാണ് ഈ 3 ബ്രീഡുകൾ. എന്നാൽ ഇതിലൊരു വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, പൂവ് ഇതല്ലാതെ ക്രോസ് ബ്രീഡ് നടന്നിട്ട് വെള്ളയിൽ ചിലപ്പോൾ ബ്ലാക്കിൽ വൈറ്റ് തൂവൽ വരികയാണെങ്കിൽ അത് ക്രോസ് ബ്രീഡാണ്. ആ, അങ്ങനെ എല്ലാ ബ്ലാക്കിലും വെള്ള വരുന്നത് ഒറിജിനൽ ബ്രീഡല്ല. ബ്ലാക്കിൽ ഇങ്ങനെ ഓരോ രോമം ഫുള്ളായിട്ടാണ് ഇത് ഗോൾഡും സിൽവറും വരിക. അങ്ങനെ വരുന്നത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇത്. നമ്മുടെ അടുത്ത് ആ ബ്രീഡ് ഇല്ല സത്യത്തിൽ. ഉള്ളത് ഫുള്ളായിട്ട് ബ്ലാക്കാണ്, ജെറ്റ് ബ്ലാക്കാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇത് മാത്രമാണോ ഒരു കരിങ്കോഴിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം വരുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മാത്രമാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. കാരണം എന്താ വെച്ചാൽ ഇത് കുറേ സംശയങ്ങളുള്ള ഒരു ഇതാണ് ഇതിൻ്റെ ബ്രീഡ് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. അതിൽ ഒരാൾ ഒരു കരിങ്കോഴിനെ വാങ്ങാൻ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം അയാൾ എങ്ങനെയാണ് കോഴിനെ വളർത്തുന്നത് എന്നുള്ളത് നോക്കണം. അതായത് വാങ്ങാൻ പോകുന്ന ആ ബ്രീഡർ എങ്ങനെയാണ് അയാൾ കോഴിനെ വളർത്തുന്നത് എന്ന് നോക്കണം. എന്താ കാരണം വെച്ചാൽ, കരിങ്കോഴിനെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് വളർത്തുന്ന ആളാണെങ്കിൽ നമുക്ക് പിന്നെ ബ്രീഡിനെ കുറിച്ച് നോക്കിയാൽ മതി. നേരെ മറിച്ച് ഇതെല്ലാം ഓപ്പൺ ചെയ്ത് വിട്ട് നാടൻ കോഴി, കരിങ്കോഴി, മുട്ടക്കോഴി എല്ലാം കൂടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബ്രീഡിലെ ഒരു പൂവൻ ഉണ്ടെങ്കിൽ പോലും, ആ പൂവൻ ഉണ്ടെങ്കിൽ പോലും നമുക്കതിനെ 100% വിശ്വസിച്ച് വാങ്ങാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ, ഇപ്പോൾ 10 കരിങ്കോഴി പടമുണ്ട്, ഒരു നാടൻ പൂവനും ഉണ്ട്. ഇതെല്ലാം ഓപ്പൺ ആയിട്ടാണ് നടക്കുന്നത്. ഈ നാടൻ പൂവൻ ഏതെങ്കിലും ഒരു കരിങ്കോഴിയെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന കുഞ്ഞ് കരിങ്കോഴിയല്ല, കറക്റ്റ് ബ്രീഡല്ല. പക്ഷെ ചിലപ്പോൾ തൂവലും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആയിരിക്കാം, അതിൻ്റെ ഇറച്ചി മാത്രമാവും വെയിറ്റ് ആവുക, സാധാ നാടൻ കോഴിയുടേതാവുക. അല്ലെങ്കിൽ കാലും ഒക്കെ ബ്ലാക്ക് ആയിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ ചുണ്ടും നാക്കും ചിലപ്പോൾ ബ്ലാക്ക് ആവില്ല. അങ്ങനെ അപ്പോൾ അതിനെ ക്രോസ് ബ്രീഡായിട്ട് നമ്മൾ കണക്ക് കൂട്ടണം. കറക്റ്റ് ബ്രീഡ് എങ്ങനെ തിരഞ്ഞെടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. സെപ്പറേറ്റ് ചെയ്ത് വളർത്തുന്നവിടുന്ന് മാത്രം വാങ്ങുക, അല്ലെങ്കിൽ ഗവൺമെൻറ് ഹാച്ചറികളിൽ നിന്ന് മാത്രം വാങ്ങുക. പിന്നെ നമ്മളൊരു കോഴിനെ കിട്ടി, ഒരു കരിങ്കോഴിനെ ഇത് ഒറിജിനലാണോ എന്ന് നോക്കണത് എങ്ങനെയെന്നുള്ളതാണ് പിന്നത്തെ പ്രശ്നം. കൈരളി എന്ന് പറയുന്ന ഒരു സങ്കര ഇനം കോഴിയുണ്ട്, മുട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ഫുള്ള് ബ്ലാക്കാണ്, അതിൻ്റെ തൂവലെല്ലാം ബ്ലാക്കാണ്, കരിങ്കോഴിയും ബ്ലാക്കാണ്. അപ്പോൾ ഒരു കൈരളി കോഴിനെ കരിങ്കോഴിയായിട്ട് കൊടുക്കുന്ന ഒരുപാട് ആളുകളും അങ്ങനെ കുറേ തട്ടിപ്പുകളും ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. കാരണം ചെല്ലുന്ന ആൾക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ബ്രീഡിനെ എങ്ങനെ തിരയാന്നറിയാതെ വരുമ്പോൾ അയാൾ ബ്ലാക്ക് കാണും, കരിങ്കോഴി അണിച്ചിട്ട് വാങ്ങിയിട്ട് വരും. അത് അങ്ങനെ ഒരു ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ കരിങ്കോഴിയെ സംബന്ധിച്ച് അതിൻ്റെ പ്രധാനമായിട്ടും അതിൻ്റെ തൊലിയുടെ ചിറകിൻ്റെ അടിയിലുള്ള മാംസം, അവിടെയാണ് നമുക്ക് കറക്റ്റായിട്ട് ഈ ബ്ലാക്ക് കാണാൻ കഴിയുക. തൊലിയുടെ ചിറകിൻ്റെ അടിയിലുള്ള തൊലിയുടെ ഉള്ളിൽ അതിൻ്റെ എല്ലിനോട് കൂടി നമ്മൾ ആ ചിറകിൽ കാണുന്ന പേശികൾ കറുപ്പായിരിക്കും, എല്ലാം കറുപ്പായിരിക്കും. പക്ഷേ ഈ ഭാഗത്ത് നമുക്ക് പ്രത്യേകം അതിനെ കാണാൻ കഴിയും. 1. 2, അതിൻ്റെ കാലും പ്രായപൂർത്തി ആയ കോഴിയുടെ ആണെങ്കിൽ അതിൻ്റെ നഖവും കറുപ്പായിരിക്കും. പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിൽ നഖത്തിന് വൈറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ പ്രായം പ്രധാനമായും പരിഗണിക്കണം, എന്നിട്ടാണ് ഇത് നോക്കേണ്ടത്. ശരിക്കും ഇത് പ്രായപൂർത്തിയാവുന്ന എത്ര മാസത്തിലാണ്? 6 മാസം മുതലാണ്. 6 മാസം. അതെ. അപ്പോൾ കാലിൻ്റെ നഖം, ആ ഭാഗങ്ങൾ, ഇതിൻ്റെ കാലിൻ്റെ അടി വരെ ബ്ലാക്ക് ആയിരിക്കും. കാലിൻ്റെ അടി വെള്ളയാവില്ല, ബ്ലാക്ക് ആയിരിക്കും പ്യുവർ ബ്രീഡാണെങ്കിൽ. പിന്നെ വരുന്നത് ഇതിൻ്റെ പൂവ് റെഡായിട്ട് ബ്ലാക്ക് പൂവായിരിക്കും, കൊക്ക് ബ്ലാക്ക് ആയിരിക്കും. പക്ഷെ അവിടെ ആ പൂവിൻ്റെയും കൊക്കിൻ്റെയും കാര്യം പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതിൻ്റെ ഒരു കാലാവസ്ഥ വ്യതിയാനം ഈ കോഴിയുടെ പൂവിൻ്റെ നിറത്തിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? അതായത് ഒരു കാലാവസ്ഥ വ്യതിയാനം പറഞ്ഞാലേ, തണുപ്പാണ്, ചൂട്, എങ്ങനെയാണ് അതിനെ ബാധിക്കുന്ന രീതി എങ്ങനെയാണ്? അതെ, അത് എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് നിലവിൽ ചൂടുള്ള ഒരു കാലാവസ്ഥയാണ് എന്ന് വിചാരിക്കുക. അതായത് വേനൽക്കാലമാണ്. വേനൽക്കാലമാണെങ്കിൽ ഇതിന് ബ്ലാക്ക് കളറായിരിക്കും, കറക്റ്റായിരിക്കും ബ്രീഡ്, ഒരു ചേഞ്ച് ഉണ്ടാവില്ല. ഇതിന്ന് മഴയിലേക്ക് മാറുന്ന ഒരു സമയമുണ്ട്. ഈ മഴയിലേക്ക് മാറുന്ന ഒരു സമയത്ത് ഈ ചൂടും തണുപ്പിലേക്ക് ചേഞ്ച് ആവുന്ന സമയത്ത് ഇവരുടെ പൂവ് ഒരു റെഡിഷ് കളർ വരും. ആണിനാണോ പെണ്ണിനാണോ കൂടുതലായിട്ട് കാണപ്പെടുന്നത്? ഇത് കൂടുതൽ കാണപ്പെടുന്നത് ആണിനാണ്. പെണ്ണിന് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടേ ഇല്ല പെണ്ണിന്റെ പൂവ് ചേഞ്ച് മാറുന്നത്. ഇങ്ങനെ ഒരിക്കൽ വന്ന ആ നിറം പിന്നീട് അടുത്ത ചേഞ്ചിൽ റിട്ടേൺ വരും. അതായത് ഇപ്പൊ ഈ മഴയിലേക്ക് കടക്കുമ്പോൾ ഉള്ള ഈ കാലാവസ്ഥ ചേഞ്ചിൽ ഇവരുടെ പൂവ് റെഡായിട്ട് വരും, ചെറിയൊരു റെഡിഷ് കളർ വരും. അത് മഴ സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ
ആ ക്ലൈമറ്റിനോട് ഇവർ ഇണങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് ബ്ലാക്ക് ആയിട്ട് തന്നെ വരും. പിന്നീട് ഇത് ഈ മഴ പോയി വീണ്ടും ചൂടിലേക്ക് കടക്കുന്ന സമയമാകുമ്പോൾ വീണ്ടും ഈ കളർ ചേഞ്ച് വരും. വീണ്ടും ചൂട് വേനൽക്കാലത്തിലേക്ക് കറക്റ്റായിട്ട് ഇവർ പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കളർ വീണ്ടും ബ്ലാക്കായി മാറും. അപ്പോൾ ഈ ഒരു കാര്യം പൂവിൻ്റെ കാര്യത്തിൽ, അതായത് എൻ്റെ അടുത്ത് പ്രധാനപ്പെട്ട കേരളത്തിലെ ബ്രീഡറിൽ നിന്ന് വാങ്ങിക്കൊടുന്ന കോഴിയുടെ വരെ പൂവ് റെഡായി കുറച്ച് ദിവസം കൊണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ അത് റെഡ് ആവുന്നത് എന്താ വെച്ചാൽ ഈ കാലാവസ്ഥയുടെ ചേഞ്ചാണ്. നേരെ മറിച്ച് ഇത് പ്യുവർ റെഡായിട്ടാണ് വരുന്നത് വെച്ചാൽ അത് കൈരളി കോഴിയായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നഖം, ഇതിൻ്റെ മാംസം, അതേപോലെ ചിറകിൻ്റെ അടിയിലെ എല്ല്, ഇങ്ങനെയുള്ളതിൽ വെച്ചിട്ടാണ് നമുക്ക് പ്യുവർ ബ്രീഡാണോ എന്ന് മനസ്സിലാക്കേണ്ടത്. അനീഷ്ക, അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഇപ്പം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരുന്നല്ലോ. എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു. ആയിക്കോട്ടെ. എന്താണ് ഒരു കരിങ്കോഴി പ്രത്യേകത എന്നുള്ളത്? ഇതിൻ്റെ നഖം ആദ്യം നോക്കിക്കോളൂ. ഇത് പ്യുവർ ബ്ലാക്കാണ്. കണ്ടോ, എല്ലാ നഖങ്ങളും ബ്ലാക്കാണ്. വിരലിൻ്റെ അടിവശം ബ്ലാക്കാണ്. അടിവശം, കാലിൻ്റെ തണ്ട്, പൂവ് താണ്ടോ, പൂവ് ബ്ലാക്കാണ്. ചുണ്ട് കണ്ടില്ലേ? പിന്നെ ചിറകിൻ്റെ അടിയിലുള്ള അതെ, എങ്ങനെ പിടിച്ചാലേ കാണാം. ഈ ഭാഗം നോക്കുക. ഈ ഭാഗത്ത് ഇത് പ്യുവർ ബ്ലാക്കാണ്. ഇതിൻ്റെ തൊലി കാണുമ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ വൈറ്റ് ആയിട്ടാണ് തോന്നുക. അത് അതിൻ്റെ തൊലിയുടെ നിറാണ്. പക്ഷെ നമ്മൾ തൊലിയല്ല നോക്കേണ്ടത്, അതിൻ്റെ ഉള്ളിലുള്ള മാംസം ബ്ലാക്ക് ആയിട്ട് കാണും നമുക്ക്. ഇത് കണ്ടോ, അത് നിങ്ങൾക്കൊരു നാടൻ കോഴിനെ എടുത്തിട്ട് പിടിച്ച് നോക്കിയാൽ ഇതും അതുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനും ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അത്ര ക്ലിയർ ആയിട്ട് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കോഴിയുടെ പൂവ് കണ്ടില്ലേ, ഇത് ബ്ലാക്കാണ്, കറക്റ്റായിട്ട് ബ്ലാക്കാണ്. ഇനി ഇതേപോലെ ഞാൻ റെഡിഷ് കളറായതിനു ശേഷം, ഒരു ചെറിയ റെഡ് കളറ് കാലാവസ്ഥാ വ്യതിയാനത്തിൽ വന്നതിന് ശേഷം അത് വീണ്ടും ബ്ലാക്കിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു കോഴിയെ കാണിച്ചു തരാം. ഇപ്പം ഇതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. നഖം, കാലിൻ്റെ അടിഭാഗം, ചുണ്ട്, അതായത് കൊക്ക്, പിന്നെ പൂവ്, ചിറകിൻ്റെ അടിയിലുള്ള പേശിയുടെ ഇത്, പിന്നെ മാംസം, ഇതൊക്കെ ബ്ലാക്ക് ആയിരിക്കും. പിന്നെ നാക്ക് എന്ന് പറയുന്നത് പ്യുവർ ബ്ലാക്ക് ആയിരിക്കില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതൊരു തെറ്റിദ്ധാരണ ഉള്ളതാണ്. പ്യുവർ ബ്ലാക്ക് ആയിരിക്കില്ല, നാക്ക് ഒരു ഗ്രേ കളറായിരിക്കും. ഒരു ഗ്രേ കളർ നാക്കായിരിക്കും. പിന്നെ ഇതിനിപ്പോൾ വാലില്ല. ഇതിന് വാലില്ലാത്തതെന്ന് പറഞ്ഞാൽ ഇത് വാല് വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയത് അങ്കവാലി എന്നൊക്കെ പറയുന്നത് ഇതാണ്ടോ, വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് അത്ര പ്രായമാവാത്ത ആളാണ് ഇവരൊക്കെ. ഇതിന് ഇനി ഈ വാലിങ്ങനെ ഇതാണ്ടോ, പുതിയ വാലുകൾ വരികയാണ്. ഇത് ഇവിടെ ഫുള്ളായിട്ട് പോവും. ഇതിന് തന്നെ ഇത്ര വാലുള്ളത് എന്തുകൊണ്ടാ വെച്ചാൽ ഇത് ബ്രീഡിങ് പെയർ അല്ല, ബ്രീഡിങ്ങിൽ കിടക്കുന്ന ഒരു പെയറല്ലത്. അങ്ങനത്തെ പെയറാണെങ്കിൽ ഈ ബാക്കിലെ വാലുണ്ടാവില്ല. ഇത് അവർ കൊത്തിപ്പറിച്ച് ബ്രീഡിങ്ങിന് കറക്റ്റ് റിസൾട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അത് അവർക്ക് അവരുടെ ജനിതകമായിട്ടുള്ളൊരു രീതിയാണ്. അതെ, വാലുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ബ്രീഡിങ് 100% സക്സസ് ആവില്ല, ക്രോസിങ് സക്സസ് ആവില്ല. അപ്പോൾ ഇവർ പെടയുടെ ആണെങ്കിലും പൂവൻ്റെ ആണെങ്കിലും ബ്രീഡിങ് സെറ്റിൻ്റെ ബാക്ക് വശത്തെ വാലുകൾ അവർ കൊത്തിപ്പറിച്ച് കളയും. ഇതും പൂവനാണ്, ഞാൻ നേരത്തെ കാണിച്ചതും പൂവനാണ്. പക്ഷേ ഇതിൽ ഒരു മാറ്റം വരുന്നത്, ഇതിൽ കാലാവസ്ഥ വ്യതിയാനത്തിൽ വരുന്ന ഇതിൻ്റെ ശരീരത്തിനുള്ള വ്യത്യാസമാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. അതായത് ഇതിൽ നോക്കിക്കോളൂ, പ്യുവർ ബ്രീഡാണോ എന്നറിയാൻ ഇതിൻ്റെ കാലും നഖങ്ങളും ഒക്കെ ബ്ലാക്കാണ്. ഇതിൻ്റെ സ്കിന്ന് ഇവിടെ തൊലിയുടെ അടിയിൽ ബ്ലാക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൊക്ക് ബ്ലാക്കാണ്. പക്ഷേ ഇതിൻ്റെ പൂവിന് ചെറിയൊരു റെഡിഷ് കളറുണ്ട്. നോക്കൂ, ഒരു പൂവിന് റെഡിഷ് കളറുണ്ട്. ഇത് കുറച്ചുകൂടി റെഡായിരുന്നു. ഇപ്പോൾ കാലാവസ്ഥയുടെ ചേഞ്ചിൽ നിന്ന് മാറി പഴയ ബ്ലാക്കിലേക്ക് തന്നെ പോവുകയാണിത്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ മുമ്പേ ആണ് കാണുന്നത് വെച്ചാൽ ഇതിൽ കുറച്ചും കൂടി റെഡ് ഉണ്ടായിരുന്നു. ഒരു മാസം മുമ്പേ കാണുന്നത് വെച്ചാൽ കുറച്ചുകൂടെ റെഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ മഴ പെയ്തിട്ട് ശരിക്കും ഇപ്പോൾ ഒരു 2 ദിവസമായിട്ടാണ് പിന്നെ ഒന്ന് പെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു 10-20 ദിവസമായിട്ട് ഇവിടെ അത്ര മഴ പെയ്തിട്ടില്ല. അപ്പോൾ അത് കാരണം ആ ചൂട് വന്നപ്പോൾ ഇതിന് വീണ്ടും ഇത് ബ്ലാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അത്ര ചേഞ്ച് ഉണ്ട്. അതായത് ഇപ്പം മഴ ഒരു 2 മാസമൊക്കെ നിന്ന് പെയ്യുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ റെഡായിട്ട് കുറച്ചു കാലം അങ്ങനെ നിൽക്കും. പിന്നെ മഴ പോയി ചൂടിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് വീണ്ടും ബ്ലാക്കിലേക്ക് റിട്ടേൺ പോവുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം
ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അനീസ്ക, അപ്പൊ നമ്മള് പൂവൻ കോഴീനെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പരിചയപ്പെട്ടു. ഈ ഫീമെയിലിന് എങ്ങനെയാണ് അതിൻ്റെ? ഫീമെയിലിൻ്റെ എന്ന് പറഞ്ഞാൽ ഫീമെയിലിൻ്റെയും ബാക്കിയുള്ള ബോഡിയുടെ കാര്യങ്ങളൊക്കെ അതേപോലെ, നഖം, അതേപോലെ പൂവ്, പിന്നെ അതേപോലെ ഇതിൻ്റെ ചിറകിൻ്റെ അടിയിലുള്ള മാംസത്തിൻ്റെ ബ്ലാക്ക്, അതൊക്കെ അതേപോലെ. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഫീമെയിൽ ആണെങ്കിൽ ഇങ്ങനെ പൂവ് കുറവായിരിക്കും, അങ്ങനെ ഒരു ഒട്ടി പരന്ന പൂവായിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതേപോലെ നിങ്ങൾ കണ്ടിട്ടുള്ള കോഴികൾ, ഈ പിക്ചറിൽ കണ്ടിട്ടുള്ളത് ചിലപ്പോൾ ഇങ്ങനെ വാലൊക്കെ ഉള്ള പടക്കോഴികളായിരിക്കും. പക്ഷേ ഇതെന്താ വെച്ചാൽ ബ്രീഡിങ് സെറ്റാണ്. ഈ ബ്രീഡിങ്ങിലിരിക്കുമ്പോൾ ഇതിൻ്റെ വാല് കണ്ടോ, ഈ ബാക്ക് വശത്തെ വാലൊക്കെ അവർ കൊത്തിപ്പറിച്ച് കളയും. ഇത് കളയുന്നത് എന്താ വെച്ചാൽ ഇതിന് കറക്റ്റായിട്ട് ബ്രീഡിങ് കിട്ടിന് പൂവനും ഇവനും വാല് കൊത്തി കളഞ്ഞാലാണ് ബ്രീഡിങ് കറക്റ്റ് ആവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രീഡിങ്ങിൽ കിടക്കുന്ന പൂവനെ ഞാൻ കാണിച്ചു തരാം. ആ പൂവനും ഇതേപോലെ ബാക്കിൽ വാലുണ്ടാവില്ല, പെടയിൽക്കും വാലുണ്ടാവില്ല. ഞാനേ നിങ്ങൾക്കൊരു കരിങ്കോഴി കുട്ടിയുടെ ഒരാഴ്ച, ഒരു 10 ദിവസമായിട്ടേ ഉള്ളൂ, ഒരു ലെസോട്ടേ കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ കരിങ്കോഴിയുടെ കുട്ടിയാണോ എന്നാണല്ലോ നമ്മൾ ആദ്യം ഉറപ്പിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള ഒരു ഇതാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ആദ്യം ഇതാണ്ടോ, ഇതിൻ്റെ ചിറകിൻ്റെ അടി കണ്ടോ, ഫുള്ള് ബ്ലാക്കാണ്. ഇതിൻ്റെ ചുണ്ട് ബ്ലാക്കാണ്, പക്ഷേ ചുണ്ടിൻ്റെ അഗ്രഭാഗത്തൊരു വൈറ്റ് ഉണ്ടാവും. അത് അതിന് പ്രായമാകുമ്പോഴും തന്നെ അങ്ങനെ മാറിയിട്ട് വെള്ള പോയിട്ട് ബ്ലാക്കായി വരികയാണ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇതാണ്ടോ, കഴുത്തിൻ്റെ അവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഈ അടിവശം വരെയുള്ള ഭാഗം, ഇവിടുത്തെ തൂവലുകൾ ഇപ്പോൾ കുറച്ചും കൂടി ഗ്രേ കളറിലേക്ക് വന്നതാണ്. ഇത് വിരിഞ്ഞ് വരുമ്പോൾ ഇത് വെള്ള തൂവലായിരിക്കും. ഇത് വെള്ള തൂവലായിരിക്കും. പിന്നെ കാലിൻ്റെ നഖം ഇതാ, ഈ 2 വിരൽ ഫുള്ളായിട്ട് ബ്ലാക്കാണ്, പക്ഷേ ഈ ഒരു വിരൽ ബ്ലാക്ക് ആയിട്ടില്ല, വൈറ്റാണ്. ഇതിൻ്റെ 3ൻ്റെയും നഖം വെള്ളയാണ്. അത് ഇനി പ്രായമാവുന്നതിനനുസരിച്ച് ഇത് ഫുള്ളായിട്ട് ബ്ലാക്കായി വരികയാണ് ചെയ്യുക. അതുകൊണ്ട് കരിങ്കോഴി കുഞ്ഞിനെ ഡേ ഓൾഡിനെ എടുക്കാൻ പോകുമ്പോൾ ഇവിടെ വെള്ളയും ഈ നഖത്തിൻ്റെ വെള്ളയും കണ്ടിട്ട് ഇത് കരിങ്കോഴി അല്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കേണ്ടത് ഒരു കോഴിക്കുട്ടീനെ എടുക്കുക. അതിൻ്റെ മാംസം വലിയ കോഴി പോലെയല്ല, നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയും, തൂവൽ കുറവായതുകൊണ്ട്. അതിൻ്റെ ഉൾവശം ഇതുപോലെ പ്യുവർ ബ്ലാക്ക് ആണെങ്കിൽ അത് കരിങ്കോഴി കുഞ്ഞാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ തെറ്റിദ്ധാരണ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മാറിക്കിട്ടണം. അതാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു തരുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടു നമ്മുടെ കരിങ്കോഴി എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നിങ്ങൾ കണ്ടു. എനിക്കും വളരെ ഒരു വലിയ അനുഭവം തന്നെയായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്കും അറിയില്ലായിരുന്നു ഇത്രയും ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കരിങ്കോഴിയെ തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും നമുക്ക് ഇതുവരെ തന്നെ സപ്പോർട്ട് പോലെ കൂടെ ഉണ്ടാവുക. അനീഷ്കയെ പോലെയുള്ള നമ്മുടെ ഈ കർഷകരെല്ലാവരും ലോകമൊട്ടാകെ അറിയട്ടെ. നിങ്ങളെല്ലാവരിലേക്കും നമ്മുടെ വീഡിയോ എത്തിക്കുക. നമ്മുടെ ആദ്യത്തെ കരിങ്കോഴിയുടെ ആദ്യത്തെ വീഡിയോയ്ക്ക് തന്ന അതേപോലെയുള്ളൊരു വലിയ വിജയം ഈ ഒരു വീഡിയോയ്ക്കും കൂടി തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒട്ടും വൈകാതെ അടുത്തൊരു വീഡിയോയിൽ കാണാം.